പൊതു ഇടങ്ങൾ ഉൾപ്പെടെ മാലിന്യമുക്തമാകണമെന്ന അമ്മയുടെ സന്ദേശത്തിന്റെ തുടർച്ചയാണ് അമലഭാരതം. പദ്ധതിയുടെ ചുവട് പിടിച്ച സുന്ദരമായ പൊതു ഇടങ്ങൾ രാജ്യത്ത് നിരവധിയുണ്ട്. 10,000 വന്നുപോകുന്ന ഇടപ്പള്ളി ബ്രഹ്മസ്ഥാനത്തും അമലഭാരതം പ്രവർത്തകർ സജീവമാണ്. ലോകസമാധാനത്തിനും പരസ്പര സ്നേഹത്തിനും വേണ്ടി നിലകൊള്ളുന്ന അമ്മയുടെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് അമലഭാരതം. മാലിന്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ഭാരതത്തെ സംശുദ്ധിയുടെ പുതിയ ലോകമാക്കി മാറ്റുക എന്നതായിരുന്നു അമ്മയുടെ ദർശനം. 2010 അമ്മയുടെ പിറന്നാൾ ദിനത്തിലാണ് അമലഭാരതത്തിന് തുടക്കമായത്. 16 വർഷങ്ങൾക്കിപ്പുറം പൊതുവിടങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും ഉൾപ്പെടെ നിരവധി ഇടങ്ങൾ അമലഭാരതത്തിന്റെ ഭാഗമായി ശുദ്ധീകരിക്കപ്പെട്ടു. ഭാരതത്തെ സ്വന്തം നാടായി കാണുന്ന അമ്മയുടെ വിദേശമക്കളും അമലഭാരതത്തിന്റെ വക്താക്കളാണ്. കൊച്ചി ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിലും മാലിന്യ സംസ്കരണം അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. വെറും മാലിന്യ ശേഖരണം മാത്രമല്ലെന്നും പുനരുപയോഗത്തിന്റെ സാധ്യതകളുണ്ടെന്നും 2010 മുതൽ അമലഭാരതത്തിന്റെ ഭാഗമായ അഖിലേഷ് പറഞ്ഞു. ഫിൻലാൻഡ് സ്വദേശിയാണ് അഖിലേഷ്. ശരിയായ മാലിന്യ സംസ്കരണ പാതയിലേക്ക് ഇന്ത്യ പതിയെയാണെങ്കിലും എത്തിച്ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. One part of what we're doing here is the Amala Bharatam campaign, and so cleaning India. And as we know, in these kind of gatherings, there's so many people that come, so there's a lot of waste to be produced. And this is probably one of the only programs, or these kinds of programs that we're really trying to make this a zero waste program. So I'm really enjoying it. The country is so beautiful. Why do you want to throw waste on the ground? So that's what we're trying to do here also, just to send spread Amma's message about cleaning and cleanliness, and especially in these kinds of places, we're trying to just show with an example that waste is not waste. It can be actually also, a wealth in some sense, because by recycling everything that we're doing. പരിസരം ശുദ്ധിയായാൽ നാട് നന്നാകുമെന്ന വലിയ സന്ദേശത്തിന്റെ തുടർച്ചയാണ് ബ്രഹ്മസ്ഥാനത്ത് കാണാൻ കഴിഞ്ഞത്. പ്രായഭേദമന്യേ അമ്മയുടെ മക്കൾ ഓരോ മണിക്കൂറും പരിസരങ്ങൾ വൃത്തിയാക്കുകയാണ്. മാലിന്യങ്ങൾ പ്രത്യേകം തരംതിരിച്ചാണ് സംസ്കരണത്തിനായി കൊണ്ടുപോകുന്നത്. വികസിത ഭാരതത്തിന് വിശാല കാഴ്ചപ്പാട് തന്നെയാണ് അമ്മ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആ പാത പിന്തുടർന്ന് വലിയ മാറ്റം കൊണ്ടുവരികയാണ് നാടെങ്ങും. അമൃത ന്യൂസ്, കൊച്ചി.